മഞ്ജു വാര്യരുടെ ഒരു പടം ഫേസ്ബുക്കിൽ റിലീസ് ആയിട്ടുണ്ട്. സോ അപ്പൊ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് നിൽക്കുന്ന ടോപ്പിക്കാണ്. മറ്റേ സനൽകുമാർ ശശിധരനും മഞ്ജു വാര്യരും പ്രണയം പറഞ്ഞു ഇല്ല പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണക്കാരനെ ബാധിക്കുന്ന ടോപ്പിക്കാണല്ലോ. ഞാൻ നല്ല റേഷൻ കടയിൽ പോയപ്പോ റേഷൻ തരുന്നതിന് മുമ്പ് ചോദിച്ചു ഇവര് തമ്മിലെ പ്രശ്നം സോൾവ് ആയാൽ മാത്രമേ അരി തരുള്ളൂ എന്ന്. സോ ഒന്ന് എത്രയും പെട്ടെന്ന് സോൾവ് ആക്കണേ. സിനിമയുടെ പേര് കയറ്റം. സോ ഇങ്ങനെ ഒരു പടം ഈ സനൽകുമാർ ശശിധരന്റെ ഒരു സിനിമ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, വഴക്ക്. അതും ഇതേപോലെ ഫേസ്ബുക്കിലോ അതേപോലെ യൂട്യൂബിൽ എന്താ ഇറങ്ങിയിരിക്കുകയായിരുന്നു. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് അവിടുത്തെ ഗവൺമെന്റിന് ആപ്പിളിന്റെ കണക്കെടുക്കാൻ അല്ലെങ്കിൽ ആപ്പിളിന്റെ സെൻസസ് എടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സിനിമയാണ്. കാരണം സിനിമ തുടങ്ങുന്ന സമയത്ത് 100 ആപ്പിൾ മരങ്ങളും അതിൽ എത്രത്തോളം ആപ്പിൾ ഉണ്ടെന്ന് കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ സെൻസസ് എടുക്കാൻ വളരെ ഉപകാരമായിരിക്കും. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് കുതിരകൾ ഏത് ടൈപ്പ് പുല്ലാണ് തിന്നുന്നതെന്ന് കാണാൻ കുറെ നേരം സൂം ചെയ്ത് കാണിക്കുന്നത്. സോ ഇങ്ങനെ പടം നല്ല രസമാണ്. ഒരു 100 വീടുണ്ട് വെച്ചാൽ ഏറ്റവും അവസാനത്തെ വീടായിരിക്കും ഇതിലെ നായകന്റെയും നായികയുടെയും. അപ്പൊ അത്രയും നേരം എല്ലാ വീട്ടിലും എന്താ ഉണ്ടാവണം എന്നൊക്കെ കറക്റ്റായി കാണിച്ചിട്ട് ഒരു അരമണിക്കൂർ അപ്പൊ തീർന്നല്ലോ. പിന്നെ ബാക്കി 1 മണിക്കൂർ സിനിമയല്ലേ എടുക്കണ്ടുള്ളൂ. സോ 40-45 വയസ്സായിട്ടുള്ള ഒരു യുവതി, അതാണ് നമ്മുടെ മഞ്ജു വാര്യർ. ആള് ഹിമാലയം കയറാൻ വേണ്ടി പോവാണ്. സോ ആ സമയത്ത് ഒരു വ്യാളി ചെറുക്കനുകൊണ്ട് കൂടെ ഇവര് തമ്മിൽ ഹിമാലയം കയറുന്നു. പടം കഴിഞ്ഞു. ഇപ്പൊ ഇത് നമ്മൾ എന്താണോ മനസ്സിലാക്കേണ്ടത്? ഞാൻ പോയിട്ട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോഴ്സിന് ചേരണോ ഇതിന്റെ റിസർച്ച് ചെയ്ത് അനാലൈസിസ് ചെയ്ത് കണ്ടുപിടിക്കാൻ? എപ്പോഴും സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു സിനിമ എടുക്കാനാണ് ബുദ്ധിമുട്ട്. അല്ലാതെ വായി തോന്നിയത് എന്തോ എടുത്തു വെച്ചിട്ട് ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്, ബുദ്ധിജീവികൾക്ക് ഇത് മനസ്സിലാവും.